അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ സ്നേഹപൂർവ്വം 10ാം ക്ലാസ്സിന്റെ 10ാമത്തെ പാഠത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പുനരൈക്യവും എക്യുമേനിസവും. ഐക്യം രണ്ടു പേര് ഒരുമിച്ച് ചേരുന്നതാണ്. നമ്മളും ദൈവവുമായിട്ട് ഒരുമിച്ച് ചേരുന്നതാണ് ഐക്യം. പുനരൈക്യം എന്ന് പറഞ്ഞാലോ, നമ്മള് ഒരൈക്യത്തിലായിരുന്നു, പിന്നെ ആ ബന്ധം വേർവിട്ടു പോയി, വീണ്ടും ഐക്യപ്പെടുന്നു. ഇതാണ് പുനരൈക്യം. മാർ ഇവാനിയോസ് പിതാവ് 1930 സെപ്റ്റംബർ 20 ചെയ്തത് പുനരൈക്യമാണ്. ഇനി എക്യുമെനിസം എന്താണ്? വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യം, കൂട്ടായ്മ. ഞാൻ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ യേശുവാണ് എല്ലാ ക്രൈസ്തവരുടെയും ദൈവം. തൃത്വൈക ദൈവത്തിലാണ് എല്ലാ ക്രൈസ്തവരും വിശ്വസിക്കുന്നത്. എല്ലാ ക്രൈസ്തവരും ബൈബിളിലാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഏക രക്ഷകൻ ആരാണ്? യേശു തന്നെയാണ്. അപ്പൊ എല്ലാ സഭകളും തമ്മിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ വലിയ ഒരു യോജിപ്പുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മാത്രമേ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളൂ. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും വലിയ യോജിപ്പാണ്. അതുകൊണ്ട് സഭകളെല്ലാം ഒരുമിച്ച് വരണമെന്ന് പറയുന്ന, ഒരുമിച്ച് കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ മുന്നോട്ട് നീങ്ങുന്ന സംവിധാനമാണ് എക്യുമെനിസം. വിവിധ സഭകൾ ഒരുമിച്ച് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ പാഠഭാഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ മുന്നോട്ട് നീങ്ങാം. ഒന്നാമത്തെ പോയിന്റ്, പുനരൈക്യ പ്രസ്ഥാനം. മാർ ഇവാനിയോസ് പിതാവിന്റെ നേതൃത്വത്തിൽ 1930 സെപ്റ്റംബർ 20 കേരളത്തിലെ ഓർത്തഡോക്സ് സഭയിലെ ഒരു വിഭാഗം കത്തോലിക്ക സഭയുമായി ഒരു ഐക്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് പുനരൈക്യം. ഈ സഭൈക്യ പ്രക്രിയ അറിയപ്പെടുന്നത് പുനരൈക്യ പ്രസ്ഥാനം എന്നാണ്. ഐക്യത്തിന് വേണ്ടിയുള്ള യേശുവിന്റെ പ്രാർത്ഥനയാണ് പുനരൈക്യ ചിന്തയുടെ അടിസ്ഥാനം. യേശുവിന്റെ പ്രാർത്ഥനയാണ് ഒരിടയനും ഒരു തൊഴുത്തുമായിരിക്കണം, ക്രിസ്ത്യൻസ് എല്ലാം ഒന്നായിരിക്കണം എന്നുള്ളത് യേശുവിന്റെ വലിയ ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മള് ആ ഒരു ആഗ്രഹത്തിലേക്കാണ് മാർ ഇവാനിയോസ് പിതാവ് പുനരൈക്യത്തിലൂടെ കടന്നു വരാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചത്. അപ്പൊ എന്താണ് ഇനി 16ാം നൂറ്റാണ്ടിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു, 1653 കൂനം കുരിശ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഈ വലിയ വിഭജനം ഉണ്ടായത്. ഇനി മലങ്കര സഭയുടെ ആ ചരിത്ര കാര്യങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കുകയാണ്. സഭ ഒന്നായിരുന്നു. AD 52 ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ മാലിങ്കരയിൽ വന്നിറങ്ങുകയും കേരളത്തിലെ 7 അരപ്പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ ആ സഭ പ്രാദേശികമായ രീതിയിൽ ഇങ്ങനെ വളർന്ന് വികസിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സഭയായിട്ട് വളർന്നിങ്ങനെ വന്നു. അത് നസ്രാണി ക്രിസ്ത്യാനികൾ എന്നാണ് ഈ സഭ അറിയപ്പെട്ടിരുന്നത്. മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലോട്ട് വന്നു. വിദേശത്തു നിന്നുള്ള മിഷണറിമാർ ഇന്ത്യയിലോട്ട് വന്നു. അവർക്ക് ഇവിടുത്തെ പ്രാർത്ഥനാ രീതികളും പല കാര്യങ്ങളും ശരിയായ വിശ്വാസമായിട്ട് തോന്നിയില്ല. അപ്പം അങ്ങനെയാണ് ഇവിടെ ചെറിയ സംഘർഷങ്ങളൊക്കെ രൂപപ്പെടുന്നത്. 1599 ഉദയം പേരൂർ സുന്നകദോസ് എന്ന് പറഞ്ഞ ഒരു സുന്നകദോസില് എന്താണ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യങ്ങളെയും രീതികളെയൊക്കെ ഒന്ന് താഴോട്ടാക്കിക്കൊണ്ട് പോർച്ചുഗീസുകാർ മുന്നോട്ട് വെച്ച ക്രമങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരു തീരുമാനമാണ് വന്നത്. അതിനെ തുടർന്ന് ചില പ്രതിസന്ധികൾ കേരളത്തിൽ ഉണ്ടാവുകയും 1653 ഒരു കുരിശിൽ കയറ് കെട്ടിക്കൊണ്ട് കേരളത്തിലെ നസ്രാണി ക്രിസ്ത്യാനികൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു. അതാണ് കൂനം കുരിശ് സത്യപ്രതിജ്ഞ. പോർച്ചുഗീസുകാരുമായിട്ട് ഇനി യാതൊരു ബന്ധവും ഇല്ലായിരിക്കും എന്നുള്ളതാണ് ഈ സത്യപ്രതിജ്ഞ. ഈ സത്യപ്രതിജ്ഞ വരെ AD 52 മുതൽ കേരളത്തിലെ സഭ റോമിന്റെ കീഴിൽ തന്നെ ആയിരുന്നു. യേശുവിന്റെ ശിഷ്യനായ പത്രോസിന്റെ കൂട്ടുകാരനായ തോമസ് ലീഹായുടെ സഭ എന്നുള്ള രീതിയിൽ ആദ്യം അങ്ങനെ കാലക്രമത്തിൽ നമ്മള് അന്തോക്കിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്തോക്കിയുടെ ഒക്കെ സപ്പോർട്ടോടുകൂടി അന്തോക്യൻ പാത്രിയർക്കീസിന്റെ സഭയായിട്ട് നിൽക്കുമ്പോഴും അന്തോക്യൻ പാത്രിയർക്കീസ് റോമിന്റെ കീഴിൽ ഉള്ള സഭയായിട്ട് അങ്ങനെ 1653 വരെ നമ്മൾ റോമിന്റെ കീഴിൽ തന്നെയാണ് ഒരു സഭയായിട്ട് ഒരുമിച്ച് നിന്നത്. അത് 1653 കൂനം കുരിശ് സത്യപ്രതിജ്ഞയോടുകൂടെ നമ്മൾ ആ റോമുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ആയി പോയി.
അപ്പം അങ്ങനെയാണ് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1653. അതിനെ തുടർന്ന് ഇന്ത്യയില് സഭ പിളർന്നു. പഴയ കൂറ്റുകാര് പുത്തൻകൂർ എന്ന് പറഞ്ഞ രീതിയിൽ രണ്ട് സഭകളായിട്ട് വന്നു. അതിന്റെ ചരിത്ര സംഭവങ്ങളൊക്കെയാണ് 9ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അങ്ങനെ കേരളത്തിൽ ധാരാളം സഭകൾ വന്നു. കേരളത്തിലുള്ള വിവിധ സഭകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ 9ാമത്തെ പാഠത്തിൽ പഠിച്ചത്. ഇനി എന്താണ് ഈ സഭ ഇങ്ങനെ റോമുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയി കഴിഞ്ഞതിന് മുതൽ ഇന്ത്യയിലെ സഭയിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളമായിട്ട് രൂപപ്പെട്ടു വന്നു. ഒത്തിരി കേസുകളും വഴക്കുകളും ഒക്കെ കേരളത്തിലെ സഭയിൽ രൂപപ്പെട്ടു വന്നു. അപ്പൊ എന്നും കേരളത്തിലെ സഭ ഈ വഴക്കുകളിൽ നിന്നെല്ലാം മാറി വീണ്ടും റോമുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് പഴയ ചൈതന്യത്തിലേക്ക് വരാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ആ പരിശ്രമത്തിന്റെ ഒരു പൂർത്തീകരണമാണ് മാർ ഇവാനിയോസ് പിതാവിലൂടെ സംഭവിച്ചത്. അപ്പം എന്താണ് മാർ ഇവാനിയോസ് പിതാവ് ചെയ്തത്? മാർ ഇവാനിയോസ് പിതാവ് നമ്മുടെ ആത്മീയ ചൈതന്യത്തിലേക്ക് മടങ്ങാൻ സഭയെ ഓർമ്മിപ്പിച്ചു. മിഷണറി ചൈതന്യത്തിലേക്ക് മടങ്ങാനും സഭയെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ 1919 മാർ ഇവാനിയോസ് പിതാവ് ഒരു നവീകരണ പ്രസ്ഥാനം തുടങ്ങി. അതാണ് ബഥനി. അത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സന്യാസ സഭ. 1925 നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയുള്ള ഒരു സഭ തുടങ്ങി. അതാണ് ഓർഡർ ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, OIC, സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, SIC. 1919 തുടങ്ങിയത് ഓർഡർ ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, OIC. 1925 തുടങ്ങിയത് SIC, സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിന്റെ 100ാം വാർഷികമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട ബഥനി സിസ്റ്റേഴ്സ് ഒരു വർഷം മുഴുവൻ പ്രാർത്ഥനയോടുകൂടെ ആചരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തത്. ബഥനി സിസ്റ്റേഴ്സ് തുടങ്ങിയിട്ട് 100 വർഷമായി. എന്താണ് പുനരൈക്യം? പണ്ടുണ്ടായിരുന്ന ഐക്യം നഷ്ടപ്പെട്ടു പോയി. അത് വീണ്ടും ആ ഐക്യത്തിലോട്ട് വരുന്നത് കൊണ്ടാണ് പുനരൈക്യം എന്ന് ഈ പ്രസ്ഥാനത്തെ വിളിക്കുന്നത്. മാർ ഇവാനിയോസ് പിതാവ് 1925 ഒരു വലിയ ഒരു പ്രസംഗം ചെയ്തത് അദ്ദേഹം മെത്രാനായി വാഴിക്കപ്പെട്ടതിനു ശേഷം നിരണം പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയത്. ആ സുദീർഘമായ പ്രസംഗത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സഭകളെല്ലാം വീണ്ടും ഐക്യപ്പെട്ട് യേശുവിന്റെ ഇഷ്ടം ഒരു ഇടയനും ഒരു തൊഴുത്തുമായി തീരണമെന്നുള്ള ആ ഐക്യ ആഹ്വാനത്തിലോട്ട് മാർ ഇവാനിയോസ് പിതാവ് 1925 പ്രസംഗത്തിലൂടെയാണ് വരുന്നത്. ഇനി അതിനു മുന്നേ തന്നെ കേരളത്തിൽ നിന്ന് റോമുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒത്തിരി പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മാർ ഇവാനിയോസ് പിതാവ് അതിനുവേണ്ടി മറ്റ് ഓർത്തഡോക്സ് സഭയിലെ മറ്റ് മെത്രാന്മാരും അതിന്റെ കൂട്ടായ്മ അതിനുവേണ്ടി മാർ ഇവാനിയോസ് പിതാവിനെ ചുമതലപ്പെടുത്തി റോമുമായിട്ട് എഴുത്തുകുത്തുകൾ നടത്താൻ. അങ്ങനെ റോമുമായിട്ട് എഴുത്തുകുത്തുകൾ നടത്തി. അതായത് എന്താണ് മാർ ഇവാനിയോസ് പിതാവ് ആവശ്യപ്പെടുന്നത്? അന്നത്തെ ഇവിടുത്തെ സഭ ആവശ്യപ്പെടുന്നത് അപ്പസ്തോലിക്ക കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് കടന്നു വരണം. എന്നാൽ ഇവിടെ നിലവിലുള്ള ആരാധനക്രമങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതുപോലെ തന്നെ നിലനിർത്തണം. സഭയുടെ സ്വയം ഭരണ അവകാശവും സ്വയം നിർണയാവകാശവും കാതോലിക്കേറ്റ് സിനഡ് എന്നീ സംവിധാനങ്ങളോടുകൂടെ നിലനിർത്തണം. അതായത് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ സഭയ്ക്ക് സ്വയം ഭരണ അവകാശം ഉണ്ടാകണം, സ്വയം നിർണയാവകാശം ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ചോദിച്ചത്. എന്നാൽ മെത്രാന്മാർക്ക് ജനങ്ങളുടെ മേലുള്ള ആത്മീയമായ അധികാരം നിലനിർത്തണം. പ്രാദേശിക സഭയുടെ സ്വാതന്ത്ര്യം ഈ റോമുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ നഷ്ടപ്പെട്ടു പോകരുത്. പത്രോസ്ലിഹയുടെ പിൻഗാമിയും സാർവത്രിക സഭയുടെ അധ്യക്ഷനുമായ റോമയുടെ കൂട്ടായ്മയിലേക്ക് എന്നാൽ വരികയും ചെയ്യണം. ഇത്രയുമായിരുന്നു ആവശ്യങ്ങൾ. അപ്പം മാർ ഇവാനിയോസ് പിതാവിന്റെ ഈ വലിയ ദർശനം ബഥനിയുടെ സ്വാധീനത്തിന് വിധേയമായവരിൽ മാത്രം ആദ്യം ഈ പുനരൈക്യത്തിലേക്ക് ആകൃഷ്ടരായി. പ്രിയപ്പെട്ടവരെ, ഈ മാർ ഇവാനിയോസ് പിതാവ് ഇങ്ങനെ ഒരു ദൗത്യത്തിലൂടെ മുന്നോട്ട് നീങ്ങി അതിന്റെ പൂർത്തീകരണത്തിൽ എത്താൻ കഴിഞ്ഞപ്പോഴേക്കും അതിനു മുൻപ് കൂടെ നിന്നിരുന്ന പല ആളുകളും അതിൽ നിന്ന് പിൻവാങ്ങിപ്പോയെങ്കിലും മാർ ഇവാനിയോസ് പിതാവ് മുന്നോട്ട് തന്നെ നീങ്ങി ബഥനിയുടെ സ്പിരിച്വാലിറ്റിയിലോട്ട് വന്നവരാണ് മാർ ഇവാനിയോസ് പിതാവിനോട് കൂടെ നിന്നത്. അങ്ങനെ പുനരൈക്യം എന്ന് പറയുന്ന വലിയ ഒരു സ്വപ്നം അനേക നൂറ്റാണ്ടുകളായി കേരളത്തിലെ സഭ
സ്വപ്നം കണ്ട ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു 1930 സെപ്റ്റംബർ 20. അപ്പം അത് ഈ പുനരൈക്യത്തിലൂടെ എന്താ സംഭവിച്ചത്? ഒരു 5 പേരാണ് പുനരൈക്യപ്പെട്ടത്. പക്ഷെ 5 പേര് 5 ലക്ഷത്തോളം ഒരു വലിയ കൂട്ടായ്മയായിട്ട് മാറി വിവിധ രൂപതകളിലൂടെ ഇന്ന് കേരളത്തിലെ വലിയ ആത്മീയ ശക്തിയും ചൈതന്യവും നൽകുന്ന ഏറ്റവും വലിയൊരു സഭയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് മലങ്കര കത്തോലിക്ക സഭ. നമ്മുടെ പ്രിയപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തിൽ അച്ഛനിലൂടെ നടക്കുന്ന ധ്യാനങ്ങൾ, ശുശ്രൂഷകളെല്ലാം എല്ലാവർക്കും അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. എല്ലാത്തിനും ഉപരിയായി നമ്മുടെ സഭാപിതാക്കന്മാര്, മാർ ഇവാനിയോസ് പിതാവ്, പിന്നെ ഗ്രിഗോറിയസ് പിതാവ്, സിറിൽമാർ ബെസേലിയസ് പിതാവ്, നമ്മുടെ ഇപ്പോഴത്തെ അത്യഭിവന്യ കാതോലിക്ക ബാവ തിരുമേനി, മൊറാൻമാർ ബെസേലിയസ് ക്ലിമിസ് കാതോലിക്ക ബാവ, ഈ വലിയ ശക്തരായ നേതാക്കന്മാരെയാണ് സഭയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴും സഭയുടെ ഒരു ശബ്ദമായി, കേരളത്തിലെ സഭയുടെ നല്ല ഭാരതത്തിലെ സഭയുടെ വലിയൊരു ശബ്ദമായിട്ട് നമ്മുടെ മലങ്കര സഭയുടെ കാതോലിക്ക ബാവ തിരുമേനി, ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനി, മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസിന് സഭയുടെ തന്നെ ഒരു ശബ്ദമായി, കേരളത്തിലെ വിശ്വാസികളുടെ ശബ്ദമായി, പൊതുസമൂഹത്തിന്റെ ധാർമ്മികതയുടെ ശബ്ദമായി, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം നൽകുന്ന ഒരു ശബ്ദമായി, ഐക്യത്തിന്റെ വലിയൊരു ശബ്ദമായി നമ്മുടെ കേരള സമൂഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഭൗതികമായ പുരോഗതിയും നമുക്ക് ലഭിച്ചു. മാർ ഇവാനിയോസ് കോളേജ് പോലുള്ള ഓട്ടോണമസ് കോളേജ്, സെന്റ് മേരീസ് സ്കൂൾ പോലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒന്ന്, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളായ സെന്റ് മേരീസ് സ്കൂള്, അതോടൊപ്പം മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ്, വിവിധ സഭകളിലായിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വലിയ സംഭാവന സമൂഹത്തിന് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ പിതാക്കന്മാര് പൊതുസമൂഹത്തില് നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എപ്പോഴും ദൈവത്തിന്റെ ഒരു ധാർമ്മികതയുടെ ശബ്ദമായിട്ട് മാറുകയും ചെയ്തു. ഇതാണ് പുനരൈക്യത്തിലൂടെ വന്ന നേട്ടം. ഇനി മാർ ഇവാനിയോസ് പിതാവ് എന്താണ് ആഗ്രഹിച്ചത്? മാർ ഇവാനിയോസ് പിതാവ് ആഗ്രഹിച്ചത് പഞ്ചാബിലൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് മലങ്കര സഭ സുവിശേഷ സംഘം രൂപീകരിക്കുകയും പിന്നെ കാലക്രമേണ നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ സുവിശേഷം പറയുന്നതിനുള്ള ഒരു പെർമിഷൻ റോമിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ നമ്മുടെ മലങ്കര സഭയുടെ സാന്നിധ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള സീറോ മലബാർ സഭ ഇന്ത്യയിലെ ഉടനീളം സുവിശേഷത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും. അതുപോലെ തന്നെ അതിനെ പിന്തുടർന്നുകൊണ്ട് മലങ്കര സഭയിൽ ഇന്ത്യയിൽ മുഴുവൻ സുവിശേഷം പറയാനായിട്ട്, യേശുവിന്റെ സാക്ഷ്യം നൽകാനായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം നൽകുവാനായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഗൗരവമായ പരിശ്രമങ്ങൾ നൽകുകയും എപ്പോഴും പൊതുസമൂഹത്തിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. സഭയിലുള്ള ആളുകൾക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിന് മുഴുവൻ നന്മ ചെയ്യുകയും വിദ്യാഭ്യാസം കൊടുക്കുകയും പൊതുസമൂഹത്തിന്റെ മൊത്തമായിട്ടുള്ള ഉയർച്ചയും ഉന്നതിയും അടുത്ത ലെവലിലേക്കുള്ള വളർച്ചയുമാണ് സഭ എപ്പോഴും സ്വപ്നം കാണുന്നത്. ഒരു വൈദികൻ ഒരു ഗ്രാമത്തിലെ പള്ളിയിലേക്ക് വരുമ്പോ ആ പള്ളിയിലെ 50 100 ഇടവകക്കാരെ അല്ല, ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും വളർത്താനും സംരക്ഷിക്കാനും സഹായിക്കാനും അടുത്ത ലെവലിലേക്ക് ഉയരാനും വേണ്ടിയുള്ള, ആ നാടിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു വൈദികൻ ഒരു ഗ്രാമത്തിലെ പള്ളിയിലേക്ക് വരുന്നത്. അപ്പം ദൈവവിളിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സീറോ മലബാർ സഭ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അതോടൊപ്പം മലങ്കര സഭയും ആ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നുണ്ട്, ശക്തമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്. പുനരൈക്യം ഒരു വലിയ ദൈവിക പ്രവർത്തനമായിരുന്നു. ആത്യന്തികമായി ദൈവം ആഗ്രഹിച്ച ദൈവത്തിന്റെ ഇഷ്ടത്തിലോട്ടുള്ള ഒരു മടക്കമായിരുന്നു പുനരൈക്യം. പുനരൈക്യത്തിന്റെ ഒന്നാമത്തെ അർത്ഥം ഓരോ വ്യക്തിയും ദൈവവുമായിട്ട് ഐക്യപ്പെടുന്നതാണ്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഓരോ കൂട്ടായ്മകളും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഇടയനും ഒരു തൊഴുത്തുമായിട്ട് മാറി വരുന്ന ഒരു രൂപാന്തരിക പ്രവർത്തനമാണ് പുനരൈക്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്യുമേനിസം? എക്യുമേനിസം എന്ന് പറയുന്നത് വിവിധ സഭകളുടെ കൂട്ടായ്മകളാണ്. അപ്പം ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, എല്ലാ സഭകൾക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ.
വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൂ. അപ്പൊ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം സംവദിക്കുകയും മെല്ലെ മെല്ലെ ഒരിടയനും ഒരു തൊഴുത്തുമായിട്ട് മാറുകയും ചെയ്യണമെന്നുള്ളതാണ് എക്യുമെനിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വ്യക്തികളുടെ ഐക്യവും അതുപോലെ സഭകളുടെ ഐക്യവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വ്യക്തിയും ദൈവത്തോട് ഐക്യപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും വിശുദ്ധിയിൽ നിറയുകയും ചെയ്യുന്നതാണ് എക്യുമെനിസത്തിന്റെ ഒന്നാമത്തെ ഡയമെൻഷൻ. സഭൈക്യത്തിന്റെ ഒന്നാമത്തെ ഡയമെൻഷൻ അതാണ്. അതുകൂടാതെ എന്നാൽ വ്യത്യാസങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവിൽ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് അനുരൂപമായി പ്രവർത്തിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാനും പരസ്പരം അടുത്തടുത്ത് വരാനും, മതിലുകൾ പണിയാതെ വാതിലുകൾ പണിയാൻ, മതിലുകളെല്ലാം പൊളിച്ച് പാലങ്ങൾ പണിയാൻ, ആളുകൾ അടുത്തടുത്ത് വരുന്നതിന് വേണ്ടി, ഒരുമിച്ച് വരുന്നതിന് വേണ്ടി പ്രചോദിപ്പിക്കുന്ന സഭയുടെ ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് എക്യുമെനിസം എന്ന് പറയുന്നത്. അതിന് ലോകത്തിലെ വിവിധ സഭകൾ നേതൃത്വം നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകുന്നത് കത്തോലിക്ക സഭ തന്നെയാണ്. രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിലും അതിനെ തുടർന്നും എക്യുമെനിസത്തിനെ പറ്റി ഒത്തിരി ചർച്ചകൾ നടത്തി. എക്യുമെനിസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ റോമിൽ ഒരു പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 1993 എക്യുമെനിക്കൽ ഡയറക്ടറി പുതുക്കി പ്രസിദ്ധീകരിച്ചു. എല്ലാവരും ഒന്നാകുവാൻ എന്ന ചാക്രിക ലേഖനം 1995 സഭ ഐക്യവുമായിട്ടുള്ള എക്യുമെനിസവുമായിട്ട് ബന്ധപ്പെടുന്ന ചിന്തകളോടുകൂടെ പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്തു. ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള വിഭജനം ആണ് ക്രിസ്തുവിന് ഏറ്റവും വലിയ സങ്കടം. യേശുവിന് ഏറ്റവും വലിയ സങ്കടം ക്രിസ്ത്യാനികളുടെ അനൈക്യം, ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള വിഭജനം തന്നെയാണ്. അപ്പൊ യേശുവിന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് ക്രൈസ്തവരെ ഒരുമിച്ച് സ്നേഹത്തോടുകൂടെ സഹകരിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് സുവിശേഷം പറയുകയും ചെയ്യുന്നതാണ് യേശുവിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. കാലക്രമേണ സഭകൾ തമ്മിൽ അടുത്തടുത്ത് വന്ന് യേശു ആഗ്രഹിച്ചതുപോലെ ഒരിടയനും ഒരു തൊഴുത്തുമായി മാറുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം. അതാണ് എക്യുമെനിസത്തിന്റെ സ്വപ്നം. യേശുവിലുള്ള ഒരു കൂട്ടായ്മയാണിത്. യേശുവിന്റെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ എന്നുള്ള നിലയിൽ എല്ലാ സഭകളും യേശുവിൽ ഒന്നാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്യുമെനിസത്തിന്റെ വലിയ സ്വപ്നം. അപ്പൊ അതനുസരിച്ച് ഇപ്പോൾ എല്ലാ സഭകളുടെയും മാമോദീസ പരസ്പരം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കൗദാശികമായ കാര്യങ്ങളിലും എല്ലാം സഭകൾ തമ്മിൽ കൂടുതൽ അടുത്തടുത്ത് വരുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇനി എന്താണ് എക്യുമെനിക്കൽ ചർച്ചകൾ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എക്യുമെനിസത്തിന്റെ വലിയ ചർച്ചകൾ നടക്കുന്നു. എല്ലാ സഭകളിലും ഐക്യത്തിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രചോദനം പരിശുദ്ധാത്മാവ് കൊടുക്കുന്നുണ്ട്. അഖില ലോക സഭാ കൗൺസിൽ WCC WCCയും കത്തോലിക്ക സഭയുമായി വലിയ ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ട്. കത്തോലിക്ക സഭയും സിറിയൻ ഓർത്തഡോക്സ് സഭയുമായി വലിയ കൗദാശികമായ സംസർഗം തന്നെ നടക്കുന്നു. കാരണം നമ്മുടെ കാത്തലിക് ചർച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യാക്കോബായ സഭകളിൽ പോയി അവിടുത്തെ കൂദാശകളിൽ നമുക്ക് സംബന്ധിക്കുവാൻ ഉള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹങ്ങൾ നടത്തുന്നതിനുമൊക്കെ ഉള്ള ക്രമീകരണങ്ങൾ കത്തോലിക്ക സഭയും സിറിയൻ ഓർത്തഡോക്സ് സഭയും തമ്മിൽ ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട്. വീണ്ടും സഭകളെല്ലാം തമ്മിൽ അടുത്തടുത്ത് വരുന്നതായിട്ടാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസില് കാത്തലിക് ചർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നഹദോസാണ്. 1960കളിൽ നടന്ന ഈ സുന്നഹദോസ്. ആ സുന്നഹദോസിന് മുമ്പ് അന്നാണ് ഈ സഭ ഐക്യത്തെ പറ്റിയുള്ള എക്യുമെനിസത്തെ പറ്റിയുള്ള വലിയ ചിന്തകളൊക്കെ വന്നത്. പക്ഷെ എങ്കിലും മലങ്കര കത്തോലിക്ക സഭയിലെ നമ്മുടെ പ്രിയപ്പെട്ട മാർ ഇവാനിയോസ് പിതാവ് അതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് 1920കളിൽ തന്നെ ഈ സഭ ഐക്യ ദർശനത്തോടുകൂടെ മുന്നോട്ട് നീങ്ങിയതിന്റെ എക്യുമെനിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഒരു പൂർത്തീകരണമാണ് പുനരൈക്യ പ്രസ്ഥാനം. 1930 തന്നെ നമ്മൾ 1960 ആഗോള കത്തോലിക്ക സഭയിൽ വന്ന ഈ വലിയ മൂവ്മെന്റ് മലങ്കര കത്തോലിക്ക സഭയിൽ 1930 തന്നെ വന്നിട്ടുണ്ട്. ഇനി സഭ എന്താണ്? അതിനാൽ വ്യക്തികളുടെ ഒറ്റയ്ക്കുള്ള കത്തോലിക്ക പ്രവേശനവും കൂട്ടത്തോടുള്ള സഭ ഐക്യവും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അംഗീകരിക്കുന്നു. അതായത് ഒറ്റയ്ക്ക് നമുക്ക് ദൈവത്തോട് അടുത്ത് വരാനും
സഭയോടടുത്ത് വരാനും മെല്ലെ സഭകളെല്ലാം ഒന്നായി തീരുവാനും ഉള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു വലിയ പെന്തക്കൊസ്ത ശുശ്രൂഷയിലൂടെ, യേശുവിന്റെ മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ, പെന്തക്കൊസ്തായിലൂടെ സ്ഥാപിക്കപ്പെട്ട സഭ അന്നു മുതലേ ഉള്ള ഒരു വലിയ ഒരു കപ്പൽ പോലെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൽ നിന്ന് ഓരോരോ കുഞ്ഞു കുഞ്ഞു കാരണങ്ങളാൽ ഇറങ്ങിപ്പോയ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളെല്ലാം വീണ്ടും തിരിച്ചു വന്ന് ആ വലിയ കപ്പലിൽ തന്നെ വന്നു ചേരണമെന്നുള്ളതാണ് ഈ സഭൈക്യത്തിന്റെയും എക്യുമെനിസത്തിന്റെയും ഒക്കെ വലിയ സ്വപ്നം, ആദർശം എന്ന് പറയുന്നത്. അതിന് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പ്രകാശം നമുക്ക് ലഭിച്ചാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ പുതിയ ലിയോ 14 മാർപ്പാപ്പയും നമ്മുടെ പ്രിയപ്പെട്ട മൊറാൻമാർ ബസേലിയോസ് കർദിനാൾ തിരുമേനി, നമ്മുടെ എല്ലാ പിതാക്കന്മാരും അതിനുവേണ്ടി ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കും ഈ ഒരു വലിയ സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം.